നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിയാനയിൽ ബി.ജെ.പി. ഭരണം പിടിച്ചത് വൻ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയാണെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് പുതിയ കൊടുങ്കാറ്റായി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് ഡിജിറ്റൽ തെളിവുകൾ സഹിതം പത്രസമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ടത്. 25 ലക്ഷത്തോളം കള്ളവോട്ടുകൾ ഹരിയാനയിൽ നടന്നുവെന്നാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത്. ഇത് തെളിയിക്കാനായി നിരവധി തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു. ബ്രസീലിയൻ മോഡലായ യുവതിയുടെ ചിത്രം ഉപയോഗിച്ച് 10 ബൂത്തുകളിലായി 25 വോട്ട് ചേർത്ത് പോൾ ചെയ്തു. ഈ മോഡലിന്റെ ചിത്രങ്ങളും രാഹുൽ പുറത്തുവിട്ടു. മറ്റൊരു സ്ത്രീ 100 തവണ വോട്ട് ചെയ്തു. സീമ, സ്വീറ്റി, സരസ്വതി എന്നീ പേരുകളിലാണ് വോട്ട് ചെയ്തത്. ഒരേ സ്ത്രീയുടെ ഫോട്ടോ വെച്ച് 223 വോട്ടുകൾ ചെയ്തെന്നും രേഖകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇത് കമ്മീഷന്റെ ഒത്താശയോടെ നടന്ന കേന്ദ്രീകൃത അട്ടിമറിയാണ്. 19 ലക്ഷം ബൾക്ക് വോട്ടുകൾ കണ്ടെത്തി. 5 ലക്ഷത്തിലധികമാണ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ. 8 സീറ്റുകളിൽ 22 മുതൽ 4000 വരെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കോൺഗ്രസ് തോറ്റത്. 8-1 വോട്ടുകൾ ഹരിയാനയിൽ വ്യാജമാണ്. ഇതുകൊണ്ടാണ് 22,000 വോട്ടിന് കോൺഗ്രസ് തോറ്റത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെയുള്ള ഓപ്പറേഷൻ സർക്കാർ ചോരിയാണ്. ഹരിയാന സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. പത്രസമ്മേളനത്തിനിടെ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി. ഗോപാലകൃഷ്ണന്റെ ദൃശ്യങ്ങളും രാഹുൽ കാണിച്ചു. തൃശൂർ തെരഞ്ഞെടുപ്പ് വിവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ജയിക്കാനായി എവിടെ നിന്നും ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുമെന്നും കാശ്മീരിൽ നിന്ന് പോലും ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുമെന്നുമുള്ള ഗോപാലകൃഷ്ണന്റെ പ്രതികരണമാണ് പ്രദർശിപ്പിച്ചത്. സമാന രീതിയിൽ യു.പിയിൽ നിന്ന് വൻതോതിൽ ആളുകളെ ഇറക്കി ഹരിയാനയിൽ വോട്ട് ചെയ്യിച്ചാണ് ഭരണം പിടിച്ചെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ഈ തട്ടിപ്പ് പുറത്തു വരാതിരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടാതെയും പൂഴ്ത്തിയതെന്ന് രാഹുൽ ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ പുതിയ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ്. വോട്ടർ പട്ടികയെക്കുറിച്ച് പരാതികളൊന്നും ലഭിച്ചിരുന്നില്ലെന്നാണ് കമ്മീഷൻ പ്രതികരിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലും വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ആരോപണം. വാർത്താ സമ്മേളനത്തിൽ ബീഹാറിലെ വോട്ടർമാരെ ഹാജരാക്കിയാണ് രാഹുൽ ക്രമക്കേട് ഉന്നയിച്ചത്. ഒരു ഗ്രാമത്തിലെ 187 വോട്ട് നീക്കം ചെയ്തു. അപേക്ഷ നൽകിയിട്ടും പലരുടെയും വോട്ട് ചേർത്തില്ല. ബി.ജെ.പിയെ സഹായിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൻ തട്ടിപ്പാണ് നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളോട് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ജനാധിപത്യ വ്യവസ്ഥ തകർക്കാൻ കമ്മീഷൻ കൂട്ടുനിന്നുവെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ കേന്ദ്രത്തിന് കത്തയക്കുമെന്ന ധാരണയായിട്ടും വൈകുന്നതിൽ CPIക്ക് നീരസം. സാങ്കേതിക വാദങ്ങൾ നിരത്തി കത്തയക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് വൈകിക്കുകയാണെന്നാണ് CPI കേന്ദ്രങ്ങൾ പറയുന്നത്. ഇതിലുള്ള അതൃപ്തി പരസ്യപ്പെടുത്തിയെങ്കിലും ഇനിയും വൈകിയാൽ മന്ത്രിസഭയിലടക്കം വിഷയം ഉന്നയിക്കാനാണ് അവരുടെ തീരുമാനം. അതേസമയം നിയമോപദേശം ലഭിക്കാത്തതിനാലാണ് കത്ത് വൈകുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ വാദം. കുളിപ്പിക്കുന്നതിനിടെ 2 മാസം പ്രായമായ കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചെന്ന സംഭവം കൊലപാതകം. സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കുറുമാത്തൂർ സ്വദേശിനി മുബഷിറയാണ് സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന് അറസ്റ്റിലായത്. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. കുഞ്ഞ് അബദ്ധത്തിൽ കയ്യിൽ നിന്ന് കിണറ്റിലേക്ക് വഴുതി വീണെന്നായിരുന്നു ഇവർ പറഞ്ഞത്. കുറുമാത്തൂർ ഡയറീസ് ജുമാ മസ്ജിദിന് സമീപത്തെ മൂലക്കൽ പുതിയപുരയിൽ മുബഷിറ, കുടക് കുശാൽ നഗറിലെ ബിസിനസ്സുകാരൻ ജാബിർ എന്നിവരുടെ മകൻ ആമിസ് അലനാണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞ് കിണറ്റിൽ വീണെന്ന ഇവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയവർ കിണറ്റിലിറങ്ങി കുഞ്ഞിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് നടത്തിയ കൂടുതൽ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. മൂവാറ്റുപുഴയിൽ ബിഷപ്പ് സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ കേസ്. വണ്ണപ്പുറം കഞ്ഞിക്കുഴി വെള്ളാപ്പള്ളിൽ 25-കാരനായ അൻവർ നജീബിനെതിരെയാണ് കേസ്. ചൊവ്വാഴ്ച രാത്രി 8ഓടെ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിന് സമീപമാണ് ആക്രമണം നടന്നത്. വിമാനത്താവളത്തിൽ നിന്ന് പാലായിലേക്ക് മടങ്ങുകയായിരുന്ന ശംഷാബാദ് സഹായമെത്രാൻ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ സഞ്ചരിച്ച കാർ പെരുമ്പാവൂരിൽ വെച്ച് ലോറിയിൽ തട്ടിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. പെരുമ്പാവൂരിൽ നിന്ന് കാറിനെ പിന്തുടർന്നെത്തിയ ലോറി ഡ്രൈവർ വെള്ളൂർക്കുന്നത്ത് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിന് നേരെ പാഞ്ഞെത്തി ആക്രമണം നടത്തുകയായിരുന്നു. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ നിർത്തിപ്പൊരിച്ച് ഹൈക്കോടതി. ചെന്നൈയിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായി അറിയണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തെന്നും അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നു. തട്ടിപ്പുകാരെയെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണം. ശ്രീകോവിൽ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്താൻ SITക്ക് കോടതി നിർദ്ദേശം നൽകി. ഇരിങ്ങാലക്കുട സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് TTയെ തള്ളിയിടാൻ ശ്രമിച്ച സംഭവത്തിൽ അക്രമിക്കെതിരെ പെറ്റിക്കേസ് ചുമത്തി വിട്ടയച്ചത് വിവാദമായി. പരാതി ലഭിച്ചില്ലെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. മദ്യപിച്ച് ശല്യം ചെയ്തെന്ന പെറ്റിക്കേസ് മാത്രമാണ് പ്രതിയായ പാലക്കാട് സ്വദേശിക്കെതിരെ ചുമത്തിയത്. എന്നാൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിടാനുള്ള ശ്രമത്തെ തുടർന്ന് കടുത്ത മാനസികാഘാതത്തിലായിരുന്നെന്നും ഇതുമൂലമാണ് രേഖാമൂലം പരാതി നൽകാതെ വീട്ടിലേക്ക് മടങ്ങിയതെന്നുമാണ് എറണാകുളത്തെ സ്ക്വാഡ് ഇൻസ്പെക്ടറായ A. സനൂപ് പറയുന്നത്. അടുത്ത ദിവസം നേരിട്ടെത്തി മൊഴി നൽകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിലാണ് മരണം. കുടുംബൻ സ്വദേശിയായ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് മരിച്ചത്. അതേസമയം രോഗപകർച്ചയുടെ ഉറവിടം വ്യക്തമല്ല. ഇത് കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്.
ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ വംശജനുമായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത തിരിച്ചടിയായി. മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോ, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലീവ എന്നിവരെ പരാജയപ്പെടുത്തിയാണ് മംദാനിയുടെ നേട്ടം. തെരഞ്ഞെടുപ്പിൽ 17 ലക്ഷം പേർ വോട്ട് ചെയ്തുവെന്ന് ന്യൂയോർക്ക് സിറ്റി ബോർഡ് ഓഫ് ഇലക്ഷൻ അറിയിച്ചു. ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിമാണ് 34-കാരനായ സൊഹ്റാൻ മംദാനി. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമാണ്. മേയറായി മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിന് വിപത്തുണ്ടാകുമെന്നും ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ജനം ട്രംപിന്റെ ആഹ്വാനം തള്ളി. അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള ജനങ്ങളുടെ അതൃപ്തി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്നാണ് വിലയിരുത്തൽ. 1991 ഒക്ടോബർ 18 ഉഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച മംദാനി ഉഗാണ്ടൻ പണ്ഡിതൻ മഹ്മൂദ് മംദാനിയുടെയും പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്രകാരി മീര നായരുടെയും മകനാണ്. പഠനകാലത്ത് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്തീൻ എന്ന സംഘടനയുടെ സഹസ്ഥാപകനായിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു.